അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഹസ്സൻതു നഫ്സി ബിൽ ഹയ്യിൽ ഖയ്യൂമിൽ ലദീ ലാ യമൂതു അബദാ വദഫഅതു അൻ-നിസ്സൂഅ ബി അൽഫി അൽഫി ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി. എൻ്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യ വസന്തം എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യ വസന്തത്തിലാണ് ആദ്യത്തെ സൃഷ്ടിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയെ അള്ളാഹു സൃഷ്ടിച്ചത്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. മുഹമ്മദ് നബിയുടെ പ്രഭയാണ്, പ്രകാശമാണ് ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ മുഴുവനും സത്ത. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സത്യവും യാഥാർത്ഥ്യവും അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചകനെ സൃഷ്ടിക്കാനുള്ള ഒരു ഇറാദത്ത് അള്ളാഹുവിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് തത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആദ്യത്തെ സൃഷ്ടി അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ റസൂലിൻ്റെ പ്രഭയാണ്. ഈ പ്രഭ ഈ പ്രപഞ്ചത്തെ മുഴുവനും അന്തർലീനമാണ്. എല്ലാത്തിലും ഏതിലും എവിടെയും നോക്കിയാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ഉണ്ട്. ലൗഹും കലമും അർശും കുർസും ഭൂമിയും ആകാശവും മനുഷ്യനും ജിന്നുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുഹമ്മദ് നബിയുടെ പ്രകാശം എന്ന് പറയുന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ ഒരു ചർച്ച നടത്തുമ്പോൾ എപ്പോഴും എവിടെയും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത് ഖുർആനിൻ്റെ പല ആയത്തുകളുടെയും വ്യാഖ്യാതാക്കൾ ആ വ്യാഖ്യാനത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടു ചെന്ന് വച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഹദീസ് ഓതി പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ചർച്ച എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റുവി അബ്ദുർ റസാഖ് ഫിൽ മുസന്നഫ് അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ബി അബി അൻത വ ഉമ്മി, എൻ്റെ വാപ്പയും ഉമ്മയും അങ്ങേക്ക് ദണ്ഡം. അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബല അഷ്യാ.
എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യമായി പടച്ച വസ്തു എന്തൊന്നാണെന്ന് അങ്ങനെക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിറിനോട് പറയുന്നു, യാ ജാബിർ, ഇന്നല്ലാഹ തആല ഖദ് ഖലഖ ഖബ്ലൽ അഷ്യാഇ നൂറ നബിയ്യിക മിൻ നൂരിഹി. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ മുഴുവനും പടക്കുന്നതിന് മുമ്പ്, സർവ്വ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ് നിൻ്റെ പ്രവാചകൻ്റെ പ്രഭയെയാണ്, നൂറ നബിയ്യിക, അങ്ങയുടെ പ്രവാചകൻ്റെ പ്രഭയെയാണ്, അള്ളാഹുവിൻ്റെ പ്രഭയിൽ നിന്നുമുള്ള ആ പ്രഭയെയാണ് ആദ്യമായിട്ട് പടച്ചത്. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്ലിയർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ നന്നായിരുന്നു. അൽഹംദുലില്ലാ. പ്രവാചകൻ്റെ പ്രഭയെയാണ് അള്ളാഹു പടച്ചത് എന്ന് ഈ ഹദീസ് പലയിടങ്ങളിലും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇമാം ഖസ്തലാനി അൽ മവാഹിബുൽ ലദുനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലയിടത്തും ഈ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഹദീസിനെ ഒരു ഗവേഷണാത്മകമായി പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാനവരാശിയെ, ഈ പ്രപഞ്ചത്തിലെ അഖില വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയെയാണ് ആദ്യമായിട്ട് പടച്ചത് എന്ന്, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒട്ടനവധി ഖുർആനിക അധ്യാപനങ്ങളും പ്രവാചകനും അള്ളാഹുവുമായി ഇടപെടുന്ന ചില ഇടപെടലുകളുമൊക്കെ നമുക്ക് കാണാനും സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് ഇവിടെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യമക്കളുടെയും ആത്മാവുകളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ ആത്മാവുകളോടുള്ള ഒരു ഉടമ്പടി, ഒരു കരാർ ഏറ്റെടുക്കാൻ വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്ത് അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ടായപ്പോൾ ആദമിൻ്റെ മുതുകിൽ നിന്നും ഇവിടെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യമക്കളുടെയും ആത്മാവുകളെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവരോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് പറയുന്ന ആ ചോദ്യത്തിന് വിശ്വസികളായ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ബല എന്ന് പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. ആ ബല എന്ന് പറഞ്ഞ ആ പറച്ചിലിൽ അങ്ങ് ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഏറ്റുപറയലിൽ ആദ്യത്തെ സംസാരം ആദ്യമായിട്ട് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് വ്യാഖ്യാതാക്കൾ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യത്തെ പ്രവാചകനായിട്ട് വന്നത് തന്നെ. അവിടെ നിന്ന് സൃഷ്ടിപ്പിൽ ആദ്യത്തതും നിയോഗത്തിൽ അവസാനത്തേതുമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആദ്യം സൃഷ്ടിക്കപ്പെട്ട പ്രവാചകൻ അത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ആദ്യത്തെ സൃഷ്ടി മുഹമ്മദ് നബിയുടെ പ്രഭയാണ്. പക്ഷെ നിയോഗത്താൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഈ പ്രഭ ഇവിടെ നടന്ന സർവ്വ സംഗതികൾക്കും സർവ്വ സാഹചര്യങ്ങൾക്കുമൊക്കെ സാക്ഷിയായി ഇവിടെ കഴിഞ്ഞുകൂടിയതാണ്. നമുക്കറിയാം, ലൗഹ്, കലം, ജന്നത്ത്, സ്വർഗം, നരകം, അതുപോലെ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, ജിന്ന്, മലക്ക് തുടങ്ങി എല്ലാ വസ്തുക്കളെയും എല്ലാ ജീവികളെയും പടക്കുന്നതിന് മുമ്പ്, അവരൊക്കെയും വരുന്നതിന് മുമ്പ് ഈ പ്രഭ ഇവിടെയുണ്ട്. അപ്പോൾ ഇവരൊക്കെയും പടക്കുമ്പോൾ അതൊക്കെ നേർസാക്ഷിയായിട്ട് കാണാൻ വിധിക്കപ്പെട്ട ഒരു പ്രഭയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബി ഇവിടെ കടന്നു വരുമ്പോൾ, മുഹമ്മദ് നബിയുടെ പ്രകാശം ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒന്നും തന്നെ ഇല്ല ഈ പ്രപഞ്ചത്തിൽ. പ്രപഞ്ചം തന്നെ ഇല്ല. ഭൂമിയില്ല, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, സസ്യലതാദികളില്ല, ജീവജാലങ്ങളില്ല, അണ്ടകടാഹങ്ങളില്ല, ആലമുൽ ബഹറില്ല, ആലമുൽ ദുനിയയില്ല, ആലമുൽ അർളില്ല, ഒന്നും തന്നെയില്ല. എല്ലാത്തിൻ്റെയും മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയെയാണ് അള്ളാഹു പടച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, ഖസായിസുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്.
വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക് വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക്. മുഹമ്മദിനെ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ, മുഹമ്മദിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കണമെന്നൊരു ഇറാദത്ത് ഇല്ലായിരുന്നുവെങ്കിൽ മാ ഖലഖ്തുക്, നിന്നെ സൃഷ്ടിക്കുമായിരുന്നില്ലെന്ന്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ഒരു സംഭാഷണത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. മാത്രമല്ല ഖുദ്സിയായ ഒരു ഹദീസിലൂടെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന, നമ്മളെപ്പോഴും ആലോചനയിലുള്ള ഒരു സംഗതിയാണ് ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. അങ്ങയെ നാം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഫലക്കുകളെ, ഈ പ്രപഞ്ചത്തെ ഒന്നും തന്നെ സൃഷ്ടിക്കുകയില്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇവിടുത്തെ മുഴുവൻ സൃഷ്ടിപ്പിൻ്റെയും അടിസ്ഥാനം, അടിത്തറ അതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രഭ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ ഈ പ്രഭ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിക്ഷേപിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകൾ കൽപ്പിച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നെറ്റിത്തടത്തിലേക്ക് ഈ പ്രഭയെ അല്ലാഹു നീക്കി. അതിലേക്ക്, ആ പ്രഭയിലേക്ക് നോക്കിയിട്ടാണ്, ആ പ്രഭയെ കഅബയാക്കിയിട്ടാണ് മലക്കുകൾ സുജൂദ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മലക്കുകൾ അതിലേക്ക് നോക്കി സുജൂദ് ചെയ്തു. ആ പ്രഭയുടെ കിരണങ്ങൾ, ആ പ്രഭയുടെ യാഥാർത്ഥ്യം, ആ പ്രഭയുടെ സത്യം, ആ പ്രഭയിലുള്ള തെളിച്ചവും വെളിച്ചവും അതിലുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും മനസ്സിലാക്കാൻ പിശാചിന് സാധിച്ചിരുന്നുവെങ്കിൽ പിശാചായിരിക്കും ആദ്യം സുജൂദ് ചെയ്യുക എന്ന് കവികൾ പാടിവെച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നെറ്റിത്തടത്തിലുള്ള പ്രഭയിലേക്ക് നോക്കിയിട്ടാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തത്. ഇല്ല ഇബിലീസ് ഒഴിച്ച്. ഇബിലീസ് എങ്ങാനും അത് കാണുകയായിരുന്നെങ്കിൽ ആദ്യം സുജൂദിൽ വീഴുമായിരുന്നു എന്ന് മഹത്തുക്കൾ എഴുതി വച്ചിട്ടുണ്ട്. ലൗ അബ്സറ ശൈത്വാനു ത്വൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ കാന അവ്വലു മൻ യസ്ജുദു. ലൗ അബ്സറ ശൈത്വാനു ത്വൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ കാന അവ്വലു മൻ യസ്ജുദു. ശൈത്താനെങ്ങാനും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നെറ്റിത്തളത്തിലുള്ള പ്രഭയെ അനുഭവിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഫീ വജ്ഹി ആദമിൻ്റെ മുതുകിലുള്ള പ്രഭയെ ഖാന അവ്വലു മൻ യസ്ജുദു, ആദ്യത്തെ സുജൂദ് ചെയ്യുന്നവൻ അവനാകുമായിരുന്നു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും, ആ പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം, പുറത്തേക്ക് വരുന്നതോടുകൂടി ഈ പ്രഭ, ആദമിലുള്ള ആ പ്രഭ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന പ്രഭ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്നതോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ഭൂമിയിലേക്ക് ഇറങ്ങുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഖനി, ഇഷ്ടപ്പെട്ട തോഴൻ, ഇഷ്ടപ്പെട്ട പ്രഭ ഇറങ്ങുന്നു. ഏതൊരു സൃഷ്ടാവും, ഏതൊരു നിർമ്മാതാവും ഒരു സാധനം സൃഷ്ടിക്കുമ്പോൾ അവിടത്തേക്ക് ഇഷ്ടമുള്ളതാണ് ആദ്യം ചെയ്യുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ പ്രഭയാണ് ആദ്യമായിട്ട് പടച്ചത്. അങ്ങനെ ഭൂമിയിലേക്ക് അതിറങ്ങുന്നു ആദമിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്, ആദ്യമായിട്ട് ആ പ്രകാശം ഇറങ്ങുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയെ സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ആദ്യമായി. ആദം നബി ആദ്യമായി ഇറങ്ങിയത് ഇന്ത്യയിലാണ്. ഒന്നാകെ നിൽക്കുന്ന
ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ സിലോണിലാണല്ലോ ആദ്യമായിട്ട് ആദം നബി ഇറങ്ങിയത്. 40ഓളം പ്രാവശ്യം ഇവിടെ നിന്ന് ഹജ്ജിന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് നടന്നു പോയിട്ടുണ്ടെന്നാണ് ചരിത്രം. ആദം നബി അലൈഹി വസ്സലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ നിയോഗത്തിന്, അദ്ദേഹത്തിൻ്റെ അവതാരത്തിന് ഇറങ്ങി വരലിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് ആദമിൻ്റെ മനുഷ്യരുടെ പിതാവിനെ സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാണം നടത്തുന്നത്, സഞ്ചാരം നടത്തുന്നത്. ഭൂമിയിലിറങ്ങുന്നു, ഏകാന്തതയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആരോരുമില്ലാതെ ഇങ്ങനെ അലയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു ഏകാന്തത നേരിട്ടപ്പോൾ ഇത് മനസ്സിലാക്കിയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ബാങ്ക് വിളിച്ചു. ആദം നബിക്ക് ഒരു നീരസം വേണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ബാങ്ക് വിളിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ബാങ്ക് കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ബാങ്ക് ഇങ്ങനെ കൊടുത്തു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബാങ്കിൻ്റെ രണ്ടാമത്തെ വചനങ്ങളിലെ ഷഹാദത്തിൻ്റെ വചനത്തിലെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന വചനം അങ്ങോട്ട് ഉരുവിട്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഇതാരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, അത് തൻ്റെ സന്തതികളിൽ അവസാനം വരുന്ന പ്രവാചകനാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സമാധാനമുണ്ടാവുകയാണ്, ഏകാന്തതയ്ക്കൊരു ശാന്തി ലഭിക്കുകയാണ്. മാത്രമല്ല അവിടെ നിന്ന് പറഞ്ഞു, ഹുവ അവ്വലുൽ അംബിയാഇ ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസി. സൃഷ്ടിപ്പിൽ അംബിയാക്കളിൽ ആദ്യത്തവരാണ് അവർ. അവിടുത്തെ പ്രഭയോടുകൂടിയാണ് അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. നിയോഗത്താൽ ഇനി അവസാനം വരാനിരിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭ സ്വീകരിച്ച മണ്ണാണ് ഇന്ത്യ രാജ്യത്തുള്ള മണ്ണ്. ഇന്ത്യയിലെ സർവ്വ മനുഷ്യരും മനുഷ്യത്വത്തിന് എപ്പോഴും വില കൽപ്പിക്കേണ്ടതുണ്ട്. ആദിമ മനുഷ്യൻ്റെ മണ്ണാണ് ഈ മണ്ണ്. മനുഷ്യനിലുള്ള സർവ്വ സൽഗുണങ്ങളും സാംശീകരിച്ച മണ്ണ്. കാലക്രമേണ മനുഷ്യനിലുള്ള എന്തെല്ലാം മോശമായ അവസ്ഥകളുണ്ടോ അതും സാംശീകരിക്കാൻ ദൗർഭാഗ്യം ലഭിച്ച മണ്ണ്. ഈ മണ്ണിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സെക്യുലർ സ്വഭാവത്തിൻ്റെ അടിത്തറ എന്താ? മനുഷ്യത്വമാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നുള്ളതാണ്. ആദമി എന്നൊക്കെയാണ് നമ്മുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആ ആദമിൻ്റെ സന്തതികളുടെ ആദ്യത്തെ വാസസ്ഥലം ഇന്ത്യ മഹാരാജ്യമാണ്. അവിടേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന പ്രഭ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയാണ്. ഈ പ്രഭ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. സൂറത്ത് മാഇദയിലെ 15-ാമത്തെ ആയത്ത്. സൂറത്ത് മാഇദയിലെ 15-ാമത്തെ ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഖദ് ജാഅകും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നിശ്ചയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് നൂറുൻ പ്രഭ, വ കിതാബും മുബീൻ വ്യക്തമായ ഗ്രന്ഥവും തത്വങ്ങളും കിതാബും വന്നിട്ടുണ്ട്. അവിടെ നൂറ് എന്ന് പറഞ്ഞത് സർവ്വ മുഫസ്സിറുകളിലും പ്രഗത്ഭന്മാരായ മുഴുവൻ ആളുകളും പറഞ്ഞത് ആ നൂർ എന്ന് പറഞ്ഞത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കിതാബ് എന്ന് പറയുന്നത് ഖുർആനും. അപ്പോൾ ഖുർആനിൽ തന്നെ അതിൻ്റെ നസ്സു തന്നെ നമ്മെ പഠിപ്പിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭയാണെന്ന്, പ്രകാശമാണെന്ന്, വെളിച്ചമാണെന്ന്. ആ പ്രഭ ഓരോ വിശ്വാസിയുടെയും മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അതിൻ്റെ കിരണങ്ങളുണ്ടാവണം. ഇഷ്കിലൂടെ, മഹബത്തിലൂടെ, ഇഷ്കും മഹബത്തും ദ്യോതിപ്പിക്കുന്ന സ്വലാത്തിലൂടെ, അവിടുത്തോടുള്ള ഇത്തിബായിലൂടെ, അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നതിലൂടെ ആ പ്രകാശം നമ്മുടെ കൽബിൽ അന്തർലീനമായിരിക്കണം.
കൽബിലേക്ക് അങ്ങോട്ട് തുളച്ച് കയറണം പ്രവാചക സ്നേഹം, ഇഷ്ക്, മഹബത്ത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രവാചക സ്നേഹിയാവാനുള്ള സൗഭാഗ്യമുണ്ടാവുക എന്നതാണ് ഓരോ ദിവസങ്ങളും, ഓരോ ബാങ്കും, ഓരോ ഇഖാമത്തും, ഓരോ ഖുത്ബയും, ഓരോ ജുമുഅയും, ഓരോ ജനാസ സംസ്കാരങ്ങളും, ഓരോ 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 നിക്കാഹിൻ്റെ ഖുത്ബകളും, ഓരോ കർമ്മങ്ങളും, അങ്ങനെ ഓരോ റബീഉൽ അവ്വലുകളും, ഓരോ ഹജ്ജും, ഓരോ ഉംറകളും, ഓരോ ഇബാദാത്തുകളും കടന്നു പോകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധത്തിൻ്റെ ഒന്നരക്കെട്ടുറപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ മനസ്സാന്തരങ്ങളിൽ പ്രവാചക സ്നേഹം ഒന്ന് റിഫ്രഷ് ചെയ്ത് പ്രവാചകരിലേക്കൊന്ന് അടുക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യം ഇതിലുണ്ടാവുന്നു എന്നുള്ളത് തീർച്ചയാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ എന്താ സന്തോഷം? ലോകത്ത് മുസ്ലിങ്ങൾക്കൊക്കെ സന്തോഷമാണ്. മസ് അയ്യു സബബു ലിഹാദ, എന്താണ് ഇതിനുള്ള കാരണം? ഒന്നുമല്ല നമ്മുടെയൊക്കെ ഹബീബായ, നമ്മുടെയൊക്കെ മഅ്ശൂഖായ, മഹ്ബൂബായ, മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നത് തന്നെ അവിടുന്ന് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം. ആ മാസത്തിൽ ഏതൊരു വിശ്വാസിക്കാ സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? നമ്മുടെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞു പോകുന്ന ഭൗതിക തലങ്ങളുള്ള എത്രയോ മുഹൂർത്തങ്ങൾ സാഘോഷം കൊണ്ടാടുന്നതിനെക്കുറിച്ചുള്ള ഔചിത്യവും അനൗചിത്യവും നമ്മൾ ചർച്ച ചെയ്യാറില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായൊരു മാസം, ഒരു ദിവസം, ഒരു മുഹൂർത്തം കടന്നു വരുമ്പോൾ ആ ദിവസത്തിൽ സന്തോഷിക്കുക എന്നത് അതിലുള്ള ഇസ്ലാമിൻ്റെ അതിലുള്ള ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്തിട്ടിങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് കണ്ടാൽ തോന്നും ഇതെന്തോ ഒരു സംഗതിയാണെന്ന്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ മുഴുവനും സത്തയും സത്യവുമായി ഉൾക്കൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിൽ, മാസത്തിൽ സന്തോഷിക്കാതെ മറ്റെപ്പോഴാണ് സന്തോഷിക്കുക? ഈ പ്രവാചകനെക്കുറിച്ച് പറയലല്ലാതെ നമുക്ക് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം ഇങ്ങനെ കടന്നു വന്നപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിലും കൊറോണ വൈറസ് നമ്മെ പിടിമുറുക്കി നമ്മയൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുപോയി, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി ഒക്കെ നമ്മിലുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചുകൾ, അതൊക്കെ ഇത്തരം മുഹൂർത്തങ്ങളെ, സന്ദർഭങ്ങളെ, ഇത്തരം നിമിഷങ്ങളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. ഏതാനും ചില ഒറ്റപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരു പ്രോത്സാഹനവും കൂടി ഉണ്ടായപ്പോൾ, നിർദ്ദേശവും കൂടി ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരുങ്ങി തിരിച്ചതാണ്. എപ്പോഴും ഏവർക്കും ഏത് സമയത്തും കേൾക്കാൻ പാകപ്പെട്ട രീതിയിൽ ഈ സംസാരം കഴിഞ്ഞാലും ലൈവായും ഒക്കെയും ആർക്കും കേൾക്കാൻ പാകപ്പെട്ട രീതിയിൽ നമുക്ക് ഏതാനും ദിവസങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക. ഒരു സംസാരമാണ്, ഇതൊരു പ്രഭാഷണമല്ല, ഒരുപാട് ഘോരഘോരം പ്രസംഗിക്കുകയല്ല. വൈകുന്നേരം 5 മണി മുതൽ ഏതാനും നിമിഷം, ഏതാനും മിനിറ്റുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ സംസാരിക്കുക എന്ന ഒരു തീരുമാനമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ ഇരുന്ന് ഈ ഓൺലൈനിലുള്ള ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുള്ള ഹബീബിനെ കുറിച്ചുള്ള സംസാരം അവിടുന്ന് നോക്കിക്കാണുകയും അവിടുന്ന് നമുക്ക് വേണ്ടി ഷഫാഅത്ത്, അവിടുത്തെ ശുപാർശ ലഭിക്കുന്ന അവസ്ഥയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അത്തരത്തിലുള്ള ഒരു മജ്ലിസായി ഇത് സ്വീകരിക്കട്ടെ. ഇതിലൂടെ ഒരുപാട് പ്രവാചകനെക്കുറിച്ച് പറയുക, റസൂലിനെക്കുറിച്ച് ഇങ്ങനെ പറയുക. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രവാചകൻ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമാണ്. ഖുർആൻ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസുകളെ ശക്തിപ്പെടുത്തും വിധം വളരെ വ്യക്തമായ ചില ചർച്ചകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ചെറുത് വായിച്ച് അർത്ഥം വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കണം, സൂറത്തുൽ അൻആമിലെ 163-ാമത്തെ ആയത്തിൽ
ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് കാണാം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റൂഹുൽ മആനി പോലെയുള്ള തഫ്സീറുകൾ വളരെ വ്യക്തമായിട്ട് ഇമാം ആലൂസി പറയുന്നു, വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അയൽ മുൻഖാദീന ഇല ഇംതിസാലി മാ അമറല്ലാഹു തആല ബിഹി, അൽ മുൻഖാദീന ഇല ഇംതിസാലി മാ അമറല്ലാഹ്, അല്ലാഹു കൽപ്പിച്ചതിനെ പ്രവർത്തിക്കുന്നതിലേക്കുള്ള വഴിപ്പെടുന്നവരിൽ ആദ്യത്തവനെന്ന അന അവ്വലുൽ മുസ്ലിമീൻ, സമർപ്പണബോധമുള്ളവൻ. സമർപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ആദ്യത്തവനാണ്. അതിൽ മുൻഖാദീന ലിംതിസാലി മാ അമറല്ലാഹ്, അള്ളാഹു കൽപ്പിച്ച ഒന്നിനെ പ്രവർത്തിക്കുന്നതിലേക്കുള്ള വഴിപ്പെടുന്നവരിൽ ആദ്യത്തവൻ ഞാനാണ്. വഖീലൽ മുസ്തസ്ലിമീന ലിഖളാഇല്ലാഹി വഖദ്രിഹി, അൽ മുസ്തസ്ലിമീന ലിഖളാഇല്ലാഹി വഖദ്രിഹി, അല്ലാഹുവിൻ്റെ ഖളാ ഖദറിന് വഴിപ്പെടുത്തപ്പെടുന്നവരിൽ ആദ്യത്തവൻ ഞാനാണ്. ഇവിടെ ഈ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി, അള്ളാഹു സൃഷ്ടിച്ചതിൽ ഏറ്റവും ആദ്യത്തത് എൻ്റെ പ്രകാശമാണെന്ന് അത് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ വ്യാഖ്യാനം നിൽക്കുന്നത്. ഇമാം നൈസാബൂരി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഉദ്ധരിക്കുന്നു, വന അവ്വലുൽ മുസ്തസ്ലിമീന വഅന അവ്വലു എന്ന് പറഞ്ഞിടത്ത് അൽ മുസ്തസ്ലിമീന അനിൽ ഈജാദി ലി അംരില്ലാഹി കുൻ എന്ന് പറഞ്ഞ നീ ഉണ്ടാകൂ എന്ന് പറയുന്നതിനുള്ള ആ കൽപ്പനയെ ആവാഹിച്ചെടുക്കുന്നതിൽ അതിന് കീഴ്പ്പെടുന്നവരിൽ അൽ മുസ്തസ്ലിമീന ഇൻദൽ ഈജാദി ലി അംരില്ലാഹി കുൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അതിൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമായി വഴിപ്പെടുന്നവൻ ഞാനാണ്. അതാണ് അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി, എൻ്റെ പ്രഭയാണ് ആദ്യമായി പടച്ചത്. ഇമാം ഷൗക്കാനി ഉദ്ധരിക്കുന്നു, അവ്വലുൽ മുസ്ലിമീന അജ്മഈൻ ലിഅന്നഹു വഇൻ കാന മുതഅഖിറൻ ഫിർ-റിസാല വഹുവ അവ്വലുഹും ഫിൽ ഖൽഖ്, സർവ്വ മുസ്ലിങ്ങൾ ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ്വ മുസ്ലിങ്ങളിലും ഏറ്റവും ആദ്യത്തവൻ, അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടവൻ, അള്ളാഹിൻ്റെ ഈജാദിന്, അള്ളാഹിൻ്റെ ഇറാദത്തിന്, അള്ളാഹിൻ്റെ ഖുദ്റത്തിന്, അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടവരിൽ ആദ്യത്തവൻ ഞാനാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിവക്ഷിക്കപ്പെടുന്നു. മാത്രമല്ല വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസാ വഈസ ഇബ്ന മറിയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീളാ, സൂറത്തുൽ അഹ്സാബിലെ 7-ാമത്തെ ആയത്ത്. അവിടെയും പറയുന്നത് എന്താണെന്നറിയുമോ? കുന്തു അവ്വലൽ അംബിയാഇ ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസി. അപ്പം ഞാൻ നേരത്തെ ഇവിടെയുണ്ട്. സർവ്വ അംബിയാക്കളോടും അള്ളാഹു ഉടമ്പടി സ്വീകരിച്ച സന്ദർഭം, കരാർ ഏറ്റുവാങ്ങിയ സന്ദർഭം, അവരോട് ചില ഉടമ്പടികളൊക്കെ രേഖപ്പെടുത്തിയ സന്ദർഭത്തിലൊക്കെയും ഞാനിവിടെയുണ്ട്. അപ്പോൾ സമസ്ത സൃഷ്ടികളെയും പടക്കുന്നതിന് മുമ്പ് ആദ്യമായി പടച്ച സൃഷ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിക്ഷേപിച്ചു. അവിടെ നിന്നിങ്ങോട്ട് എന്നാണോ പ്രവാചകൻ ജനിക്കുന്നതെങ്കിൽ അന്ന് വരെയുള്ള പരിശുദ്ധാത്മാക്കളായ പരിശുദ്ധരായ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളായ ആളുകളുടെ മുതുകിലൂടെ ആ പ്രഭാകിരണം, ആ പ്രകാശം ഇങ്ങനെ കൈമാറി പോന്നു. അങ്ങനെ കൈമാറി ഇങ്ങോട്ട് പോന്നു. ഈ വിഷയം വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറായിലെ 219-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിലുള്ള അങ്ങയുടെ ഇങ്ങനെ കടന്നു മറിയുന്നതും കാണുന്നവൻ. വതഖല്ലുബക, അങ്ങയുടെ കിടന്നു മറിയൽ
ഇങ്ങനെ ഉരുണ്ട് മറിയുന്നത്. ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിലൂടെ. ആദം നബി തൊട്ടിങ്ങോട്ടുള്ള പരിശുദ്ധാത്മാക്കളായ ആളുകൾ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന പരിശുദ്ധരായ ആളുകളുടെ മുതുകിലൂടെ ഈ പ്രഭ ഇങ്ങനെ കിടന്ന് മറിഞ്ഞ് ഇങ്ങനെ പോരുന്നത് കാണുന്നവൻ എന്ന അർത്ഥത്തിലുള്ള സൂറത്തു ശൂറായിലെ 219 ആയത്തിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെയും പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭ കൈമാറി 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 ഇങ്ങനെ പോരുന്നു എന്നുള്ളതാണ്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ജൗസി, ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, വതഖല്ലുബക ഫീ അസ്ലാബിൽ അംബിയാഇ ഹത്താ അഖ്റജക. മുഴുവൻ അമ്പിയാക്കളുടെയും മുതുകിലൂടെ അങ്ങയുടെ കിരണം മറിച്ചിൽ ഇങ്ങനെ കടന്നു മറിയൽ അങ്ങ് പുറപ്പെടുന്നത് വരെ, മക്കയിൽ ജനിക്കുന്നത് വരെ മുഴുവൻ അമ്പിയാക്കളുടെയും മുതുകിലൂടെ സ്പർശിച്ചാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ അബ്ദുല്ലായിൽ എത്തി, അബ്ദുല്ലയിൽ നിന്ന് ആമിനായിലേക്ക് സംഭാവന ചെയ്ത് അത് സ്റ്റോക്ക് ചെയ്ത് മക്കയിൽ ജനിക്കുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയുടെ കടന്നുവരവ്. ഇവിടെ നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അവിടുത്തെ പ്രഭയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. മൗലിദ് കിതാബുകളിലൊക്കെ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ചിലതൊന്നും നമ്മൾ നിസ്സാരമാക്കാൻ പറ്റില്ല. അതൊക്കെ പ്രബലമായ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തുദ്ധരിക്കുന്ന ഉദ്ധരണികളാണ്. റസൂൽ തന്നെ പറയുന്ന ഹദീസ്, കുന്തു നൂറം ബൈന യദയില്ല, ഞാൻ അള്ളാൻ്റെ അടുക്കലുള്ളൊരു പ്രഭയായിരുന്നു, പടച്ചോൻ്റെ അടുത്തുള്ളൊരു പ്രഭയായിരുന്നു ഞാൻ എന്ന് റസൂൽ തന്നെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ. എന്നു മാത്രമല്ല അവിടെ നിന്ന് പറയുന്നു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർന ഹത്താ കുന്തു മിനൽ ഖർനിൽ ലദീ കുന്തു ഫീഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദം ഖർനൻ ഫഖർന. ആദം നബിയുടെ സന്തതികളിലുള്ള വ്യത്യസ്ത ഏറ്റവും ഹൈറായ നൂറ്റാണ്ടുകളിലെ ഓരോ നൂറ്റാണ്ടിലൂടെ ഞാൻ കടന്നു വന്നു. എന്നിട്ടോ ഹത്താ കുന്തു മിനൽ ഖർനിൽ ലദീ കുന്തു ഫീ, ഞാൻ ഏതൊരു നൂറ്റാണ്ടിലാണോ ആ നൂറ്റാണ്ടിലെത്തുന്നത് വരെ. അപ്പോൾ ആദം സന്തതികളുടെ ഹൈറായ നൂറ്റാണ്ടുകളിലൂടെ ഒക്കെ കടന്നു വന്ന് ഞാനുള്ള നൂറ്റാണ്ടിൽ ഏറ്റവും ഹൈറായ കർണ് എൻ്റെ കർണ്, ഹൈറുൽ ഖുറൂനി കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ നൂറ്റാണ്ട് എത്തിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് ഉദയം ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല മൗലിദ് കിതാബിലൊക്കെ ഉദ്ധരിക്കുന്ന റസൂലിൻ്റെ പ്രഭയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ പോലെയുള്ള ആളുകളൊക്കെ ഉദ്ധരിച്ച സീറത്തുൻ നബവിയ്യ, അതുപോലെ അൽ ബിദായത്തു വൻ നിഹായ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെയും ഉദ്ധരിച്ച, അതുപോലെ തഫ്സീർ ദുററുൽ മൻസൂർ പോലെയുള്ള തഫ്സീറുകളിലൊക്കെയും ഉദ്ധരിച്ച പറഞ്ഞു വന്നൊരു ഹദീസ് സത്യത്തിൽ നമ്മുടെ മൗലിദ് കിതാബിലുള്ളതാണ്. മൗലിദ് കിതാബിലുള്ളതൊക്കെയും വാറോലയായി ചിത്രീകരിച്ച് മോശമായി പ്രവാചകൻ്റെ പ്രഭ എന്നൊക്കെ പറയുമ്പോൾ പുച്ഛിക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ട്, നിഷേധിക്കാൻ കഴിയാത്തൊരവസ്ഥയാണത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വ്യക്തമായ തെളിവുകളുടെ മുമ്പിൽ നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കുന്നു. റവ ഇബ്നു ഉമർ അൽ അദനിയു ഫി മുസ്നദിഹി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് റൂഹുഹു നൂറൻ ബൈന യദയില്ലാഹി തആല ഖബല അൻ യഖ്ലുക ആദം ബിഅൽഫൈ ആം. വേറെ സ്ഥലത്ത് ബിഅൽഫൈ അർബാലാഫ് എന്ന് പറയുന്നുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ്, ആത്മാവ് അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളൊരു പ്രഭയായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് 2000 വർഷം മുമ്പ്. യുസബ്ബിഹു ദാലിക്കൻ നൂറു, ആ പ്രഭ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. വതുസബ്ബിഹുൽ മലായികതു ബി തസ്ബീഹിഹി, മലക്കുകൾ അവരുടെ തസ്ബീഹ് കൊണ്ടും ആ നൂറ് തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ഫലമ്മാ ഖലഖല്ലാഹു ആദമ അൽഖാ ദാലിക്കൻ നൂറ ഫീ സുൽബിഹി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആ പ്രഭയെ അദ്ദേഹത്തിൻ്റെ മുതുകിൽ നിക്ഷേപിച്ചു. നമ്മൾ ഇത്ര നേരം പറഞ്ഞു തന്നെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹ്ബതനി അല്ലാഹു അസ്സ വജല്ല ഇലൽ അർളി ഫീ സുൽബി ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലായിട്ട് എൻ്റെ ഭൂമിയിലേക്ക് ഇറക്കി.
വജഅലനി ഫീ സുൽബി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലാക്കി. വഖുദിഫ ബി ഫീ സുൽബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലായിട്ട് എന്നെ തീയിലെറിയപ്പെട്ടു. ആ സമയത്ത് ഇബ്രാഹീമിനെ തീയിലെറിയുന്ന സന്ദർഭത്തിൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രഭ അവിടുത്തെ മുതുകിലുണ്ട് എന്നാണ് ഈ പറയുന്നത്. അത് ഉള്ളപ്പോൾ അപകടം സംഭവിക്കില്ലെന്നുള്ള ഒരു താത്വികമായ അധ്യാപനം കൂടി ഇവിടെ പഠിപ്പിക്കുകയാണ്. തുമ്മലം നസലില്ലാഹു തആല യൻഖുലുനി മിനൽ അസ്ലാബിൽ കരീമ. അങ്ങനെ വ്യത്യസ്ത മഹാന്മാരായ ആളുകളുടെ മുതുകിലൂടെ എന്നെ എങ്ങനെ നീക്കം ചെയ്തു. വല്ലർഹാമി ത്വാഹിറ, ശുദ്ധമായ ഗർഭപാത്രങ്ങളിലും ഹത്ത അഖ്റജനീ മിൻ അബവയ്യ ലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്. എൻ്റെ മാതാപിതാക്കളിലൊന്നും ഒരു ഭ്രംശനാശവും സംഭവിക്കാത്ത വിധം പരിശുദ്ധരായ ആളുകളാണെന്നുകൂടി സ്ഥാപിക്കുന്ന രീതിയിൽ ഈ ഹദീത്ത്, ഈ ഹിക്കായത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മഹാനതന്മാർ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ്റെ ആ ഔവലിയത്ത്, ആ ആദ്യം ഉണ്ടായി ആദ്യത്തെ സൃഷ്ടി അതാണെന്നും പ്രഭയാണ് എന്നും സ്ഥാപിക്കുന്ന ഒട്ടനവധി ഹദീത്തുകൾ. മാത്രമല്ല റസൂൽ പറയുന്നു, കുന്തു അവ്വലൻ നബിയ്യന ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസി. സൃഷ്ടിപ്പിൽ ഞാൻ ആദ്യത്തവനായിരുന്നു, നിയോഗത്തിൽ അവസാനത്തവനുമാണ്. മാത്രമല്ല അവിടുന്ന് പോയാൽ പിന്നെ പറയുന്നു, പിന്നെ ഒരു ഹദീസ് വളരെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു, റസൂലിനോട് ചോദിക്കുകയാണ്, മതാ കുന്ത നബിയൻ, എപ്പോഴാണ് അങ്ങ് നബിയായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന രംഗമുണ്ട്. ഇത് മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ കിതാബ് മുഴുവനൊന്നും ഓതിയ ഒരാളൊന്നുമില്ല ഞാൻ, പക്ഷേ ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്നത്. ഖാല അബൂബക്കർ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു തആല അൻ ഹദ്ദസനാ അബൂബക്കർ ഖാല ഹദ്ദസനാ അഫ്ഫാൻ ഖാല ഹദ്ദസനാ ഉഹൈബ് ഖാല ഹദ്ദസനാ ഖാലിദ് അൽ ഹദാഉ അൻ അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് അന്ന റജുലൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതാ കുൻത നബിയൻ, എപ്പോഴാണ് അങ്ങ് നബിയായത്? ഖാല കുൻതു നബിയൻ വ ആദമു ബൈന റൂഹി വൽ ജസദ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മധ്യേ ആയിരിക്കുമ്പോഴാണ് ഞാൻ പ്രവാചകനാകുന്നത്. അപ്പോൾ അന്നേ റസൂല് നബിയാണ്, അന്നേ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണ്. അപ്പോൾ ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ സൃഷ്ടിയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ സത്തയായ ഹബീബിനെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുന്നതാണ് പിന്നീടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഉദയം എന്നാണ് നമുക്കിതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും ചോദിക്കുന്നുണ്ട്, മത വജബത്തിലൊക്കെ നുബുവ, ഒരു ഹദീസിൽ കാണാം, വ ആദമു ബൈനർ റൂഹി വൽ ജസദ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മധ്യേ ആയിരിക്കുമ്പോഴാണ് എന്ന് കാണാം. ഇവിടെയൊക്കെയും നമ്മെ പഠിപ്പിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളെ ഒക്കെയും നേർസാക്ഷിയായി കണ്ട് രണ്ട് ലോകത്തിൻ്റെയും നേതാവായി അവരോധിക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ട നേരത്തെയുള്ള ആദ്യത്തെ സൃഷ്ടി അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യൻ്റെ പ്രകാശത്തിലോ ചന്ദ്രൻ്റെ വെളിച്ചത്തിലോ നിഴലില്ല. ആ നിഴലിൽ ഒരിക്കലും നിഴലില്ല. വലാ ളില്ലുൻ ഖത്ത് എന്ന് ഹദീസിൽ കാണാം. അങ്ങനെയൊക്കെ പ്രവാചകൻ്റെ ശരീരം അത് പ്രഭയാണ്, വെളിച്ചമാണ്. അത് കലർപ്പില്ലാത്ത പ്രഭയാണ്. അത് നമ്മുടെയൊക്കെ മനസ്സാന്തരങ്ങളിൽ കയറി കുടിയിരിക്കേണ്ടുന്ന വെളിച്ചമാണ്. ആ വെളിച്ചം കൊണ്ടേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തോടുള്ള ഇഷ്കിലൂടെ മഹബത്തിലൂടെ മാത്രമേ രക്ഷയും വിജയവും നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രകാശം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വിളക്കോ ഒരു മെഴുകുതിരിയോ അതല്ലെങ്കിൽ ഒരു വൈദ്യുതി തരംഗങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രഭയോ വെളിച്ചമോ അല്ല നാം ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രഭയും. ഇതിനോടൊന്നും സാമ്യപ്പെടുത്താനോ ഇതിനോടൊന്നും തോതുപിടിക്കാനോ പറ്റിയ ഒരു വെളിച്ചമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെളിച്ചം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനുഷ്യഗോചരങ്ങൾക്കപ്പുറം, മനുഷ്യന് വ്യാഖ്യാനിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതിലപ്പുറം ഒരത്ഭുത പ്രതിഭാസവും അത്ഭുത കലവറയുമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല.
അവിടുത്തെ നൂറിനെക്കുറിച്ച്, അവിടുത്തെ വെളിച്ചത്തെക്കുറിച്ച്, അവിടുത്തെ പ്രഭയെക്കുറിച്ച്, നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര വിശദമായ വിശകലനം ഗവേഷണാത്മകമായി പഠിച്ചാൽ ഏതൊരു വിദ്യാർത്ഥിക്കും, ഏതൊരു പഠിതാവിനും, ഏതൊരു ആഷിഖുർ റസൂലിനും, ഏതൊരു മുഹബ്ബുർ റസൂലിനും റസൂലിനെക്കുറിച്ച് പറയാൻ, പ്രഭയെക്കുറിച്ച് തന്നെ പറയാൻ, അവിടുത്തെ നൂറിനെക്കുറിച്ച് തന്നെ പറയാൻ ഒട്ടനവധിയുണ്ട്. ഇസ്രാ മിഅ്റാജിൽ പ്രവാചകൻ ഈ പറഞ്ഞ അണ്ടകടാഹങ്ങളൊക്കെയും കടന്ന് മേലോട്ട് പോയത് അവിടുത്തെ വെളിച്ചമാണ്, പ്രഭയാണ്. പ്രവാചകൻ പോയില്ല എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മുടെ ദൃഷ്ടി ഗോചരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിലപ്പുറമുള്ള ഒരു വലിയ വെളിച്ചവും തെളിച്ചവുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രപഞ്ചങ്ങളുടെ മൊത്തം നേതാവാണ്, മനുഷ്യജിന്നുകളുടെ മൊത്തം നേതാവാണ്. ഈ നേതാവ് അനുയായികൾ വരുന്നതിന് മുമ്പ് ലീഡർ മുമ്പിൽ നടക്കണമല്ലോ. ആദം നബി ജനിക്കുന്നതിന് മുമ്പ് നേതാവ് മുമ്പിൽ വേണമല്ലോ. നേതാവ് മുമ്പിൽ വന്ന് റെഡിയായി നിൽക്കണ്ടേ അനുയായികൾ പിന്നാലെ വരുമ്പോൾ? അപ്പോൾ പക്ഷേ അതിന് ബോഡി വേണമെന്നില്ല, ശരീരം വേണമെന്നൊന്നും അതിലില്ല. അതിന് ശരീരം വേണമെന്നില്ല, നമ്മുടെ ഈ ജഡം വേണമെന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഇവിടെ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും അണ്ടകടാഹങ്ങളെയും ഇവിടുത്തെ മുഴുവൻ ജീവജാലങ്ങളെയും നേർക്ക് നേരെ കണ്ട് സാക്ഷ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രഭ ഇവിടെ ഉണ്ടായിരുന്നത്. എന്നതിന് ശേഷമാണ് വഴിയേ പ്രവാചകൻ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. മദീനയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോട് അടുത്ത സമയത്ത് റബീഉൽ അവ്വലിൽ ആദ്യ വസന്തത്തിലെ അള്ളാഹു നിശ്ചയിച്ച ആദ്യത്തെ സൃഷ്ടി, ആ സൃഷ്ടി ഇവിടെ കടന്നു വരുന്നത് ആ സമയത്താണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ, നമ്മളൊക്കെ പലപ്പോഴും പറയാനുള്ളൊരു പദ്യം സമ്മാനമായി നൽകിക്കൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുൽ കൗനൈനി, രണ്ട് ലോകത്തിൻ്റെയും നേതാവാണ്. കൗൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നാണ്. ഒരു പ്രപഞ്ചം കൗനൈൻ, രണ്ട് പ്രപഞ്ചം, രണ്ട് ലോകം. ഈ ഭൂമിയും ഈ കാണുന്ന ദുനിയാവ്, ഈ ഇഹലോകം, ഇവിടെ തന്നെ എന്തെല്ലാം സംഭവങ്ങളാണ്. ഇതിൻ്റെ ഒക്കെ ലീഡർ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ നടന്ന ശാസ്ത്രജ്ഞൻ സഞ്ചരിച്ച ശാസ്ത്രജ്ഞൻ പിന്നിലേക്ക് പോയി തേടിപ്പിടിച്ച പലതും അതിൻ്റെയൊക്കെയും മുമ്പ് അതിൻ്റെ ലീഡർഷിപ്പിലിരുന്ന് കണ്ടവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചങ്ങളുടെ മൊത്തം ലീഡർ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണമല്ലോ ഈ സംഗതി. ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തി തേടിപ്പിടിച്ച് പറയുന്നത് 472 കൊല്ലം മുമ്പ് ഉള്ള, 472 കോടി വർഷം മുമ്പുള്ള ഈ പറയുന്ന ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയുന്ന ബിഗ് ബാങ്, വിസ്ഫോടനം എന്ന് പറയുന്ന ആ സംഗതി ഉണ്ടാകുന്നതിൻ്റെയും കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് നെബുല എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ്, സാങ്കത്യത്തെക്കുറിച്ചാണ് ശാസ്ത്രത്തിന് പിന്നിലേക്ക് പോയാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാനുള്ളത്. ആ നെബുല ഉള്ളപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ്. അതിനുശേഷം ബിഗ് ബാങ് തിയറി എന്ന് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന ആ മഹാവിസ്ഫോടനം, അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. ആകാശവും ഭൂമിയുമൊക്കെ ഒരൊറ്റ ഗോളമായിരുന്നു. കാനതാ റത്ഖൻ, അതൊറ്റ പിണ്ഡമായിരുന്നു. ഫഫതഖ്നാഹുമാ, അപ്പോൾ അതിന് രണ്ടിനെയും നമ്മൾ പിളർത്തി എന്ന് പറയുന്ന ബിഗ് ബാങ് മഹാവിസ്ഫോടനം. അത് സംഭവിക്കുമ്പോൾ അതിൻ്റെ നേർസാക്ഷിത്വം അനുഭവിക്കാൻ, കാണാൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് പ്രഭ ഇവിടെയുണ്ട് എന്നല്ലേ പറയുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഇവിടെയുണ്ട്, നേരത്തെയുണ്ട്. മറ്റൊരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഅറത്തു അൻ ഉറഫ, ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, അപ്പോൾ ഞാൻ ആ അറിയപ്പെട്ട സൃഷ്ടിയെ സൃഷ്ടിച്ചു. അപ്പോൾ ആ സൃഷ്ടിപ്പ് തുടങ്ങി. അന്നാണ് സൃഷ്ടിപ്പ് തുടങ്ങുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടി അതാണ് പ്രഭ. ആ പ്രഭയാണ് ആദ്യമായിട്ട് പടച്ചത്. നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രഭാകിരണം പടക്കലാണ് ആദ്യത്തെ പണി അള്ളാഹ് ചെയ്തത്, അള്ളയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ആണ് ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളെ മുഴുവനും കണ്ട് സാക്ഷ്യപ്പെട്ട്. സാക്ഷി എന്ന് പറയുമ്പോൾ വെറുതെ പറയണതല്ല. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, ഖുർആൻ പറയുന്നുണ്ടല്ലോ. അങ്ങ് സാക്ഷിയായവനായിട്ട്, ബഷീറായവനായിട്ട്, നദീറായവനായിട്ട്, ഭയപ്പെടുത്തി അറിയിക്കുന്നവനും സന്തോഷവാർത്ത അറിയിക്കുന്നവനും, അതുപോലെ സാക്ഷിയായവനായിട്ടും. നേർ സാക്ഷിത്വം. സാക്ഷി കണ്ണ് കാണാത്തവന് സാക്ഷി നിൽക്കാൻ കഴിയില്ല. കണ്ണ് കാണാത്തവന് സാക്ഷി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാകുന്ന തുടക്കം മുതലേ മുഴുവനും കണ്ട് മനസ്സിലാക്കിയ, സാക്ഷ്യം വഹിച്ച ഒരു പ്രഭയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭ. അതിന് ബോഡി വേണമെന്നില്ല, തടി വേണമെന്നില്ല. വയർലെസ്സും റിമോട്ടും കൺട്രോളും ഒക്കെയുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതൊന്നും വിശ്വസിക്കാൻ ഒരു പ്രയാസവും ഇന്നത്തെ ആധുനിക മനുഷ്യന് ഇല്ല എന്നുള്ളതാണ്. വയർലെസ് നിയന്ത്രിക്കുന്നില്ല ഇവിടെ കാര്യങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോഡി ശരീരമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു. അതാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈൻ, രണ്ട് പ്രപഞ്ചത്തിൻ്റെയും രണ്ട് ലോകത്തിൻ്റെയും നേതാവ്. അപ്പം ലോകമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നേതാവ് വേണമല്ലോ. ലോകത്തുള്ള സർവ്വ വസ്തുക്കളും ഉണ്ടാകുന്നതിന് മുമ്പ് നേതാവ് ഉണ്ടാവണമല്ലോ. ലോകത്തുള്ള സകല ജീവജാലങ്ങളും സസ്യലതാദികളും എന്ന് പറയുന്ന എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെയും ഉണ്ടാകുന്നതിന് മുമ്പ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലീഡർ, സയ്യിദ് ഉണ്ടാവണമല്ലോ. സയ്യിദ് എന്ന നേതാവാ. കൗനൈൻ, ഇരുലോകത്ത് രണ്ട് പ്രപഞ്ചത്തിൻ്റെയും നേതാവ്. വസ്സഖലൈൻ, ജിന്ന് ഇൻസുകളുടെ സഖലൈൻ, സഖീൽ എന്ന കനം കൂടിയത് എന്നാണ്. സഖൽ, സഖീൽ, കനം കൂടിയത്. കനം കൂടുക പറഞ്ഞാൽ എന്താ? ഭൂമിക്ക് ഭാരമാണ് മനുഷ്യനും ജിന്നും. ഭൂമിക്ക് ഭാരമാണ്. ഭൂമിക്ക് ഭാരമായിട്ട് പടച്ച ഈ മനുഷ്യ രണ്ട് ജിന്ന് ഇൻസ് വർഗത്തിൻ്റെയും ഒക്കെ നേതാവാണ്. വൽ ഫരീഖൈനി, ഇരു പാർട്ടികളുടെയും, മിൻ അറബിൻ വമിൻ അജമി, അറബികളിൽ നിന്നും അജമികളിൽ നിന്നുമുള്ള ഇരു പാർട്ടികളുടെയും നേതാവാണ്. അറബിയാവട്ടെ അനറബിയാവട്ടെ. അറബി അല്ലാത്ത ഒരുപാട് ഭാഷകളുണ്ട്. പക്ഷേ അറബി കഴിഞ്ഞിട്ട് പിന്നെ മറ്റു അല്ലാത്തവെന്നാണ് പറഞ്ഞത്. അജം ഏതുമാവാം. പക്ഷേ അറബി ഭാഷയ്ക്ക് പ്രത്യേകതയുണ്ട്. അറബിയേക്കാൾ അറബി സംസാരിക്കുന്നവന് ഒരു പ്രത്യേകത ഉണ്ട്. ഖുർആൻ്റെ ഭാഷയാണ്, ഇബാദാത്തുകളുടെ ഭാഷയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയാണ്, സ്വർഗത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറബി സംസാരിക്കുന്നവനൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ താത്വികമായി എല്ലാവരുടെയും നേതാവാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ മഹാമനീഷി, ആ മഹാവിസ്മയം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും പ്രകാശമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും പ്രകാശമാണ്. രണ്ട് സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുത്ത് വന്ന് നേരം വൈകിട്ട് പോയപ്പോൾ അവർക്ക് വെളിച്ചം സമ്മാനിച്ചു പോയല്ലോ. തുഫൈൽ എന്ന് പറയുന്നൊരു സ്വഹാബി ചർച്ച നീണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തബ്ലീഗിന് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പറഞ്ഞയക്കുന്ന സന്ദർഭമാണ്. പോകുമ്പോൾ ദൃഷ്ടാന്തം എന്നോണം വെളിച്ചം നൽകി. ആ വെളിച്ചം നെറ്റിത്തടത്തിൽ കൊടുത്തപ്പോൾ അതൊരു അയ്ബാണെന്ന് തോന്നിയപ്പോൾ പ്രവാചകനോട് വിഷമം പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുള്ള വടിയുടെ തലപ്പത്തേക്ക് മാറ്റി വെളിച്ചം കൊടുത്തു.
അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിലെ സ്വഹാബികൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു കിതാബ് എഴുതിയപ്പോൾ വിളക്കണഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായത്. അങ്ങനെ പല സന്ദർഭങ്ങളും പല കഥകളും പ്രഭയുമായി ബന്ധപ്പെട്ട ആത്മീയോത്കർഷത്തിൽ അധിഷ്ഠിതമായ ആത്മീയതയിൽ ചാലിച്ച ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെയൊക്കെ ഭൗതിക തലങ്ങളിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു പ്രഭയും വെളിച്ചവും നമ്മുടെയൊക്കെ കൽബിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ പ്രവാചക സ്നേഹത്തിലൂടെ ഉണ്ടാവണം. പ്രവാചക സ്നേഹത്തിന് ഒരു പ്രഭാകിരണം നമ്മുടെ കൽബിൽ കത്തിച്ചു വെക്കേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ടൊക്കെ വിശദമായി തന്നെ ഈ പറയുന്ന നൂർ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കാനും പറയാനും ഒക്കെയുണ്ട്. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അർഷും വെള്ളവും കലമും ലഹുമൊക്കെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയാണ് പടച്ചത് എന്നുള്ള ഒരു താത്വികമായ പഠനവും അന്വേഷണവുമാണ് നമ്മളിവിടെ നടത്തിയത്. എന്തെങ്കിലും പാളിച്ചകൾ അപാകതകൾ സംഭവിച്ചെങ്കിൽ എൻ്റെ മാന്യ പ്രേക്ഷകർ അത് തിരുത്താൻ എപ്പോഴും മുന്നോട്ട് വരണം. അത് നിരുപാധികം സ്വീകരിക്കും. അതുപോലെ ഞാനൊരു വിദ്യാർത്ഥിയാണ്, പഠിതാവാണ്, ഒരു അന്വേഷിയാണ്. അതുകൊണ്ട് എൻ്റെ എളിയ വായനയിൽ, എൻ്റെ എളിയ തപ്പിത്തടയലുകളിലും കിട്ടിയ ചില സംഗതികളെ സൂചിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു സംസാരമാണ് ഇവിടെ ഉണ്ടായത്. ഇതിൻ്റെ നിങ്ങൾക്ക് ലൈനിൽ വന്ന് സംശയങ്ങൾ ചോദിക്കാനും തീർക്കാനും ഇനിയും തൊട്ടടുത്ത ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യൻ തന്നെ പക്ഷേ, അഥവാ പ്രവാചകൻ മനുഷ്യനാണോ സാധാരണ മനുഷ്യനാണോ, സാധാരണ മനുഷ്യൻ തന്നെ പക്ഷേ പ്രവാചകൻ മനുഷ്യനാണ് പക്ഷേ എന്ന ശീർഷകത്തിൽ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിലും മഹബത്തിലും ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവിടത്തോടുള്ള ആ ഒരു അധമ്മമായ പ്രേമവും ആ ഉത്കടമായ സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ കത്തിജ്വലിച്ച് നിൽക്കണം. അതിന് വേണ്ടത് അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുക, അവിടുത്തെ സുന്നത്തുകളെ വർദ്ധിപ്പിക്കുക, അവിടത്തെക്കുറിച്ച് പഠിക്കുക, പറയുക, അറിയുക, ചിന്തിക്കുക. നമുക്ക് ചിന്തിക്കാനും പറയാനും ആലോചിക്കാനും ഇത്രമേൽ സന്തോഷകരമായ ഒരു വ്യക്തിത്വം പ്രപഞ്ചത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ജീവിതത്തിൻ്റെ നിഖില മേഖലകളും അടയാളപ്പെടുത്തി, ജീവിതത്തിൻ്റെ സകല വസ്തുതകളെയും പരാമർശപ്പെടുത്തി, അത് ഖുർആനിലൂടെ, ഹദീസിലൂടെ, തത്വചിന്തകളിലൂടെ, മഹാരഥന്മാരായ ചരിത്ര ഗവേഷകന്മാരുടെ പഠനങ്ങളിലൂടെയൊക്കെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സർവ്വ ജീവിതവും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ സർവ്വ സ്വഭാവങ്ങളും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ സർവ്വ ശാരീരിക ഘടനയും എഴുതി വെക്കപ്പെട്ടു. അവിടുത്തെ ജീവിത രീതി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയും പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റബീഉൽ അവ്വൽ നമുക്കൊരു നല്ല വസന്തമായി ഉപയോഗപ്പെടുത്തണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്ന ഒരു സദസ്സും ഒരു മുഹൂർത്തങ്ങളുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ മൗലിദ് ഷരീഫിലെ ഒരു ഹിക്കായത്ത് ചൊല്ലി, ഒരു പദ്യം ചൊല്ലി, നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ മേലൊക്കെ ഒരു യാസീൻ ഓതി ദുആ ചെയ്ത് പറ്റുകയാണെങ്കിൽ മലയാളത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മൾ കൂടുന്ന 8-ാം വട്ടത്തിലുള്ള നമ്മുടെ സദസ്സിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് പിരിയുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായാൽ പ്രവാചകനെ നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാൻ, പ്രവാചകനെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി ഇതിൽ പങ്കെടുത്ത ശ്രദ്ധിച്ച ശ്രോതാക്കൾക്ക് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഇതേ സമയം നമുക്ക് സംവദിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ സലാം പറഞ്ഞു വന്ന ബഹുമാനപ്പെട്ട മൻസൂർ അടക്കര, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതുപോലെ നൗഷാദ് വാഫി ചെറുവത്തൂർ ബഹുമാനപ്പെട്ടവർ ഒക്കെ ഇവിടെ ലൈനിലുണ്ട്. പലരും ലൈനിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരോടും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.